ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കൊല്ലവർഷം 1200 കർക്കടക മാസത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും അനുഭവപ്പെടാൻ സാധ്യതയുള്ള പ്രത്യേക ഫലങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ വീഡിയോയിൽ അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ചുരുക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം മിഥുനമാസം 32-ാം തീയതി വൈകിട്ട് 5:32 കർക്കടക രാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്നത്. അതായത് ജൂലൈ 16-ാം തീയതി വൈകുന്നേരം. അപ്പം ജൂലൈ 17-ാം തീയതിയാണ് നമ്മൾ കർക്കടക മാസം 1-ാം തീയതിയായിട്ട് കലണ്ടർ പ്രകാരം കണക്കാക്കുന്നത്. ഈ കറുത്തപക്ഷത്തിലാണ് കർക്കടകം തുടങ്ങുന്നത്. 8-ാം തീയതിയാണ് കർക്കടകത്തിലെ കറുത്തവാവ് വരുന്നത്. കർക്കടകം 23-24 ആകുമ്പോഴത്തേക്കും പൗർണമി വരുന്നുണ്ട്. പിന്നെ പ്രധാന ഗ്രഹങ്ങളായ വ്യാഴം മിഥുനത്തിൽ തുടരുന്നു. ശനി മീനൻ രാശിയിലാണ്. രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ശുക്രൻ കർക്കടകം 10 വരെ ഇടവത്തിലും പിന്നെ മിഥുനൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ചൊവ്വ കർക്കടകം 12 വരെ ചിങ്ങൻ രാശിയിലും തുടർന്ന് കന്നി രാശിയിലേക്കും കടക്കുന്നു. ബുധനാണെങ്കിൽ കർക്കടക മാസം മുഴുവൻ കർക്കടക രാശിയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ഇതാണ് താൽക്കാല ഗ്രഹാവസ്ഥ കർക്കടക മാസത്തിലെ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അശ്വതി നക്ഷത്രം മുതൽ ആയില്യം നക്ഷത്രം വരെയുള്ള വിവിധ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ തൽക്കാല ഫലം, ഒരു മാസത്തേക്കുള്ള താൽക്കാല ഫലം നമുക്കൊന്ന് നോക്കാം. അശ്വതി നക്ഷത്രക്കാരുടെ ഫലം ആദ്യം നോക്കാം. മേടക്കൂറിലാണ് അശ്വതി നക്ഷത്രം ഉൾപ്പെടുന്നത്. അവർക്ക് 7.5 ശനി കാലമാണ്. ശനി 12-ൽ സഞ്ചരിക്കുന്നു. വ്യാഴം 3-ലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് 2 തരത്തിലും ഗ്രഹാവസ്ഥ ഗുണകരമല്ല. ഏറ്റെടുത്ത കാര്യങ്ങൾ നിർവഹിക്കാൻ രാപ്പകൽ പ്രവർത്തിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നല്ല പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമേ സാധിച്ചു കിട്ടുകയുള്ളൂ. ചൊവ്വ കന്നിരാശിയിലേക്ക് കടക്കുന്നതോടെ കർമ്മ മേഖലയിൽ ഒരു മാറ്റം ഉണ്ടാകും. പ്രവർത്തന മേഖലയിൽ കുറച്ചുകൂടി ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനും കാര്യക്ഷമത കൂട്ടാനും ഒക്കെ സാധിക്കും. ഇപ്പം കേതുവും ചൊവ്വയുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ചൊവ്വ 6-ാമത്തെ ഭാവത്തിലേക്കാണ് മാറുന്നത്. 3, 6, 11 ഭാവങ്ങൾ ചൊവ്വയ്ക്ക് ഗുണകരമായതുകൊണ്ട് ചൊവ്വ കന്നിരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മൊത്തത്തിലൊരു ഉത്സാഹവും പ്രവർത്തന മണ്ഡലത്തിൽ ധനലാഭവും ഒക്കെ ഉണ്ടായി തുടങ്ങും. അല്ലെങ്കിലും ശത്രുക്കളുടെ ദോഷമെങ്കിലും കുറയാനായിട്ട് സാധിക്കും. തടസ്സങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും. ശത്രുദോഷം കുറയും. പിന്നെ നമുക്ക് ഏതൊരു കാര്യം ഒരു ഇൻറ്റ്യൂഷൻ ഉള്ളിലുണ്ടാകും. എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളതിനെക്കുറിച്ച് ഉള്ളിലൊരു ധാരണയുണ്ടായിരിക്കും. ഏതാണ്ട് 90% അത് ശരിയായിട്ട് തന്നെ വരികയും ചെയ്യും. ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്താൻ തയ്യാറാകുന്ന ഒരു കാലഘട്ടമാണ്. ബന്ധുക്കളിൽ നിന്നും സ്ത്രീകളിൽ നിന്നുമൊക്കെ പിന്തുണ ലഭിക്കുന്ന കാലമാണ്. അതുപോലെ തന്നെ വിരോധികളായിരുന്ന ആൾക്കാർ, ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും അയൽക്കാരാണെങ്കിലും ആ വിരോധം മറന്ന് നമ്മുടെ അടുത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ്. സാങ്കേതികമായ അറിവുകൾ വർദ്ധിപ്പിക്കാനായിട്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെ പഠിക്കുന്ന ആളുകൾക്ക് സാധിക്കുന്നതാണ്. യാത്രകൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അല്പം ശാരീരിക ക്ഷീണമൊക്കെ അനുഭവപ്പെട്ടാലും യാത്രകൾ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. കുടുംബത്തിലെ സാഹചര്യങ്ങൾ കുറച്ച് മെച്ചപ്പെടാൻ ഇടയുണ്ട്. കുടുംബജീവിതത്തിൽ പരസ്പര തർക്കങ്ങളൊക്കെ അല്പം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കില്ല, കാരണം ശനിയും വ്യാഴവും ദോഷസ്ഥാനത്താണ്. പിന്നെ ധനവിനിയോഗത്തിൽ നല്ല ശ്രദ്ധ വേണ്ട ഒരു മാസമാണ്. പണം ചിലവാക്കുന്നതിന് കണക്കുകളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഒരു എമർജൻസി ഫണ്ട് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അത്യാവശ്യത്തിനുള്ള പൈസ ഒരു പ്രത്യേക ഭാഗത്ത് അല്ലെങ്കിൽ പ്രത്യേക ഒരു അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നത് വളരെ ഗുണകരമാണ്. അത് സാധാരണ ആവശ്യങ്ങൾക്ക് എടുക്കാതെ മാറ്റിവെക്കുക. എന്തെങ്കിലും ഒരു അത്യാവശ്യം, ഒരു എമർജൻസി കേസ് വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ മാറ്റിയിടുന്നത് ഈ മാസം നല്ലതായിരിക്കും. പിന്നെ ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്നവർക്ക് വളരെ ഗുണകരമായ ഒരു മാസമാണ്. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകൾ ചെയ്യാനായിട്ട് യോഗമുണ്ട്. ജോലിയിൽ സാമാന്യം നല്ല പ്രകടനം കാഴ്ചവെക്കാനും അവർക്ക് സാധിക്കുന്നതാണ്. പക്ഷേ നമ്മൾ എത്ര ശ്രമിച്ചാലും പൂർണ്ണമായിട്ടും നമ്മൾ അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ അഭിനന്ദിക്കപ്പെടും എന്ന് നമ്മൾ വിചാരിച്ചാലും മേലധികാരികളിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ വലിയ അഭിനന്ദനമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ നമ്മളെ ഏൽപ്പിക്കുന്ന ജോലി നമുക്ക് കാര്യക്ഷമമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വ്യാഴം 11-ൽ രാഹു 11-ൽ നിൽക്കുന്നതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടും. വ്യാഴം 3-ലായതിൻ്റെ ദോഷഫലങ്ങളും ഉണ്ടാവും.
രാഹു 11-ൽ നിൽക്കുന്നതിൻ്റേതായ സാമാന്യ ധനലാഭം, എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വന്നാൽ അതിനുള്ള ധനം നമുക്ക് കയ്യിൽ എത്തുന്ന ഒരു രീതിയും അനുഭവിക്കാൻ സാധിക്കും. ഇനി വഴിപാടുകൾ നോക്കിയാൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഗണപതി ഭഗവാന് ഒറ്റ അപ്പം നേദിക്കുന്നതും സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുകയോ ഭസ്മാഭിഷേകം ചെയ്യുകയോ ചെയ്യുന്നത് തടസ്സങ്ങൾ മാറാനും നമ്മുടെ പ്രവർത്തന രംഗം ഉഷാറാകാനും അല്ലെങ്കിൽ ഊർജ്ജസ്വലമാകാനും ഒക്കെ വളരെ ഉത്തമമാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരുടെ ഫലമാണ്. ഭരണി നക്ഷത്രക്കാർക്കും ഏഴരശനിക്കാലമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. വ്യാഴം 3-ലും ശനി 12-ലുമായിട്ടാണ് നിൽക്കുന്നത്. അവർക്ക് വ്യക്തിത്വം നിലനിർത്താനായിട്ട് ഒരുപാട് ശ്രമിക്കേണ്ടി വരുന്ന കാലഘട്ടമാണ്. അവരുടെ ഒരു ഈഗോ ഹർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വ്യക്തിത്വത്തെ മുറിവേൽപ്പിക്കുന്ന പല പ്രശ്നങ്ങളും ഈ അവസരത്തിൽ നേരിടേണ്ടി വരും. പിന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനുള്ള ഒരു കഴിവ് അത്ര ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും മനസ്സിൻ്റെ സംഘർഷങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. എങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളെപ്പറ്റി ഒരു ധാരണ ഉള്ളിൽ ഉണ്ടായിരിക്കും. ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുക എന്ന് പറഞ്ഞാൽ മേലധികാരി പറയുന്നത് പോലെ മേലധികാരി വഴിവിട്ട കാര്യങ്ങൾക്ക് നിർബന്ധിച്ചാലും അതിനൊന്നും വഴങ്ങാൻ ഭരണി നക്ഷത്രക്കാർ തയ്യാറാകുകയില്ല. അപ്പോൾ അതുമൂലം കുറേ സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളുമൊക്കെ ഉണ്ടാകും. വ്യാഴം 3-ലാണ്. കുറച്ച് മനപ്രയാസം കൂടുതലായിരിക്കും. സാമ്പത്തികമായി വലിയ ദോഷമില്ലെങ്കിലും വലിയ നേട്ടങ്ങളും ലഭിക്കാത്ത ഒരവസ്ഥയായിരിക്കും. നേരത്തെ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന്, ചിട്ടിയിൽ നിന്ന്, അതുപോലെ ഊഹക്കച്ചവടങ്ങളിൽ നിന്നൊക്കെ ചെറിയ തോതിൽ ആദായം ലഭിക്കുന്നതാണ്. ചിട്ടിയൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ഈ സമയം ഒട്ടും തന്നെ അനുകൂലമല്ല. കാരണം ശനി 12-ലും വ്യാഴം 3-ലുമാണ്. ബന്ധുക്കൾ സഹായിക്കാനായിട്ട് വൈമുഖ്യം കാണിക്കും. നമുക്കും അവരുടെ സഹായം സ്വീകരിക്കാൻ അത്ര താല്പര്യം ഉണ്ടായിരിക്കില്ല. അതിനുള്ളൊരു അവസ്ഥ ഉണ്ടായിരിക്കില്ല. ചൊവ്വ 6-ാം ഭാവത്തിലേക്ക് മാറുന്ന കർക്കിടകം 12-ാം തീയതിയോടുകൂടി എതിർപ്പുകൾ കുറേശ്ശെ കുറഞ്ഞു വരുന്നതാണ്. ശത്രുദോഷങ്ങൾ കുറയും. നമ്മുടെ പ്രവർത്തന രംഗത്ത് ഒരു മാറ്റം, നല്ല രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാകും. എങ്കിലും വാഹനത്തിന് ചില അറ്റകുറ്റപ്പണികൾ വേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠനം നടത്താൻ സാധിക്കും. നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ ഉപരിപഠനം നടത്താനായിട്ട് സാധിക്കുന്നതാണ്. ജോലിയൊക്കെ കിട്ടാനും സാധ്യതയുണ്ട്. പഠിച്ച വിദ്യകൾ ഉപയോഗിക്കുന്ന മേഖലകളിൽ ജോലി കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യം ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ ധനപരമായ കാര്യങ്ങളിലും ഭരണി നക്ഷത്രക്കാർ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അവർ ചെയ്യേണ്ട വഴിപാടുകൾ, ഭരണി നക്ഷത്രക്കാർ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തിയിട്ട് അർച്ചന, കടുംബായസം എന്നീ വഴിപാടുകൾ സമർപ്പിക്കുന്നത് ഗുണകരമാണ്. സർപ്പദൈവങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യണം. നാണയം സമർപ്പിക്കുകയോ മഞ്ഞൾപ്പൊടി സമർപ്പിക്കുകയോ പട്ട് സമർപ്പിക്കുകയോ ഒക്കെ ചെയ്യാം. ഗണപതിക്ക് അർച്ചന സമർപ്പിക്കുന്നതും ദോഷം മാറാനായിട്ട് വളരെ ഉത്തമമാണ്. അടുത്തത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഫലമാണ്. കാർത്തിക നക്ഷത്രം 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ 15 നാഴികക്കകത്ത് ജനിച്ചവർ മേടക്കൂറിലും ബാക്കി 3/4 ഭാഗത്ത് ജനിച്ചവർ ഇടവക്കൂറിലുമാണ് വരുന്നത്. അതിൽ മേടക്കൂറുകാർക്ക് ഏഴരശനിയാണ്, 3-ൽ വ്യാഴവുമാണ്. അവർക്ക് ചെറിയ തടസ്സങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടാകാം. മാസം പകുതി ആകുന്നതിന് തൊട്ട് മുമ്പേ നടക്കുന്ന ചൊവ്വയുടെ 6-ാം ഭാവത്തിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് കുറേ ഗുണങ്ങളുണ്ടാകും. ചൊവ്വ കന്നി രാശിയിലേക്ക് മാറുന്നതോടുകൂടി പ്രവർത്തന രംഗത്തൊക്കെ കുറച്ച് ഗുണങ്ങൾ കാർത്തിക നക്ഷത്രക്കാർക്ക് ലഭിക്കും. പിന്നെ നേരത്തെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നവർക്ക്, അതായത് നേരത്തെ സാമ്പത്തികമായിട്ടൊരല്പം കരുതലുണ്ടായിരുന്നവർക്ക്, അതുപോലെ ജോലിയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നവർക്ക് ഈ സമയത്ത് തുടരാനായിട്ട് സാധിക്കുന്നതാണ്. അന്ന് അധ്വാനം വളരെ കൂടുതലാണെങ്കിൽ പോലും ഇപ്പോൾ അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. നേരത്തെ നടത്തിയ നിക്ഷേപങ്ങളും നമുക്ക് ലാഭകരമായിട്ട് ലഭിക്കും. രാഹു 11-ൽ വന്നതുകൊണ്ട് പല ഭൗതിക നേട്ടങ്ങളും ഈ സമയത്ത് കാർത്തിക നക്ഷത്രക്കാർക്ക് ലഭിക്കും. പുതിയ ജോലിക്കായിട്ടുള്ള ശ്രമത്തിൽ വിജയം കൈവരിക്കുന്നതാണ്. പിന്നെ ശുക്രൻ രാശി മാറുന്നതോടുകൂടി പല മാറ്റങ്ങളും ജീവിതത്തിലുണ്ടാകും. സമൂഹത്തിലെ ഉന്നത നിലയിൽ നിൽക്കുന്ന ചില ആൾക്കാരുമായിട്ട് സൗഹൃദത്തിലേർപ്പെടാനായിട്ട് സാധിക്കും. അത് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. പക്ഷേ സാമൂഹികമായ കാര്യങ്ങളിലേക്ക് ഇടപെടാനായിട്ടൊരു വൈമുഖ്യം അപ്പോഴും ഉണ്ടായിരിക്കും. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം
കുറച്ചുകൂടെ വ്യത്യസ്തമാണ് ഫലം. ഇടവക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് 11-ലാണ് അവർക്ക് ശനി നിൽക്കുന്നത്. അതുപോലെ 2-ൽ വ്യാഴവും. അങ്ങനെ 11-ൽ ശനി ഉള്ളതുകൊണ്ട് സാമ്പത്തിക നേട്ടവും കൃഷിലാഭവും അവർക്ക് ഉണ്ടാകും. പക്ഷേ മക്കളുടെ കാര്യത്തിൽ ചില ഉത്കണ്ഠകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വ്യാഴം ധനഭാവമായ 2-ൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ധനഗുണവും ഉണ്ടാകും. പക്ഷേ രാഹു കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മരംഗത്ത് തടസ്സമോ ശത്രുക്കളുടെ ഉപദ്രവമോ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയത്ത് പൂർവിക സ്വത്തുക്കളിൽ നിന്നും ആദായം ലഭിക്കാനുള്ള യോഗമുണ്ട്. സഹോദരന്മാർ, ബന്ധുക്കൾ തുടങ്ങിയ ആൾക്കാരൊക്കെ സഹകരിക്കുകയും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളോടൊപ്പം നിൽക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കും. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സാഹിത്യ രംഗത്തുമൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു കാലവുമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഗുണകരമായ സമയമാണ്. ഇൻ്റർവ്യൂ, പരീക്ഷ തുടങ്ങിയ കാര്യങ്ങളിൽ വിജയിക്കാനും യോഗമുണ്ട്. കലാകായിക മത്സരങ്ങളിലും വിജയിക്കാൻ യോഗമുണ്ട്. ഈ കാർത്തിക നക്ഷത്രക്കാർ പൊതുവായി ചെയ്യേണ്ട വഴിപാടെന്ന് പറഞ്ഞാൽ മഹാദേവന് കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, സുബ്രഹ്മണ്യ സ്വാമിക്ക് അർച്ചന സമർപ്പിക്കുക, ദേവിക്ക് പട്ട് സമർപ്പിക്കുക. കുടുംബദേവതയായ ദേവി കാണും, അപ്പോൾ കുടുംബദേവതയ്ക്ക് പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് മറക്കരുത്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ശനി 11-ാം ഭാവത്തിലും വ്യാഴം 2-ലുമാണ്. ഇടവക്കൂറിലാണ് രോഹിണി വരുന്നത്. ധനപരമായിട്ട് ഗുണകരമാണ്. അപ്പോൾ ഈ ശനി 11-ൽ വരുമ്പം കാർഷിക രംഗത്ത് നല്ല ലാഭം ഉണ്ടാകും. ഭൂമി സംബന്ധിച്ച ലാഭങ്ങൾ ഉണ്ടാകും. വ്യാഴം 2-ലായതുകൊണ്ട് നല്ല വാക്ക്, നല്ല വിദ്യാഭ്യാസം, നല്ല ധനം ഇതൊക്കെ ഉണ്ടാകും. സൂര്യൻ 3-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് അധികാരലബ്ധി ഉണ്ടാകും. നിലവിലുള്ള ജോലിയിൽ ശമ്പള വർധനവിനോ പ്രമോഷനോ ഒക്കെ സാധ്യതയുണ്ട്. ന്യായമായ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്നെ മുന്നോട്ട് പോകാനും അവർക്ക് സാധിക്കാം. ഈ ശുക്രനും വ്യാഴവും തമ്മിൽ 2-ാം ഭാവത്തിൽ യോഗം ചെയ്യും. 2-ാമത്തെ ആഴ്ച കഴിയുമ്പോഴത്തേക്കും, കർക്കിടക മാസം തുടങ്ങി ഒരു 10 ദിവസം ആകുമ്പോഴത്തേക്കും, 2-ാമത്തെ ആഴ്ച കഴിയേണ്ട അതിന് മുമ്പ് തന്നെ ശുക്ര വ്യാഴ യോഗം ഉണ്ടാകും. ഗുരുശുക്ര യോഗം. അത് നമ്മുടെ വാക്കിനും വിദ്യാഭ്യാസത്തിനും ഒരു പരിധിവരെ ധനലാഭത്തിനും നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നതാണ്. പിന്നെ സാങ്കേതിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണകരമാണ് ആ സമയത്ത്. അതുപോലെ ജോലിയിൽ ഉയർച്ചയ്ക്കും സാധ്യതയുണ്ട്. നമ്മൾ സ്വയം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ബിസിനസ്സും വളർത്താനായിട്ട് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. പിന്നെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാനും അതുപോലെ സ്വത്ത് തർക്കമൊക്കെ ഉണ്ടായിരിക്കും. പൂർവിക സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങളൊക്കെ രമ്യതയിലെത്താൻ സാധ്യതയുണ്ട്. ശത്രുദോഷം നല്ല രീതിയിൽ മാറും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കും. വീട് നിർമ്മിക്കാൻ യോഗമുള്ള കാലമാണ്. പിന്നെ കിടപ്പ് രോഗികളായ ആളുകൾക്കൊക്കെ ചികിത്സ ഫലിക്കുകയും ഒരുപക്ഷെ എഴുന്നേറ്റിരിക്കാനെങ്കിലും സാധിക്കുന്നതുമായ ഒരു സമയമാണ്. വിദഗ്ധ ചികിത്സ ലഭിക്കാനും യോഗമുണ്ട്. പിന്നെ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലെ സിസ്റ്റത്തിലുമൊക്കെ നല്ലൊരു മാറ്റം വരുത്താനായിട്ട് ഈ കാലത്ത് ശ്രമിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ഓഫീസിലും നമുക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ബന്ധുക്കളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നുമൊക്കെ അനുമോദനങ്ങൾ, അഭിനന്ദനങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ അവർക്ക് നേട്ടം കൈവരിക്കാനായിട്ട് സാധിക്കും. പഠനത്തിലാണെങ്കിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലാണെങ്കിലും, അതായത് സ്പോർട്സിലോ ആർട്സിലോ ഒക്കെ ആണെങ്കിലും അവർക്ക് നല്ല രീതിയിൽ നേട്ടമുണ്ടാക്കാനായിട്ട് സാധിക്കും. രോഹിണി നക്ഷത്രക്കാർ ദേവീപ്രീതിക്കായിട്ട് പൗർണമി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. ദുർഗാദേവിക്ക് അർച്ചന ചെയ്യുന്നത് ഗുണകരമാണ്. ഹനുമാൻ സ്വാമിക്ക് ഒരു വെറ്റിലമാല സമർപ്പിക്കുന്നത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അതുപോലെ നല്ല കോഴ്സിന് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ഗുണകരമാണ്. വിദ്യാർത്ഥികൾ ശ്രീകൃഷ്ണന് വെണ്ണ സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. ശ്രീകൃഷ്ണന് വെണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മാനസികമായ ടെൻഷന്, ഉത്കണ്ഠ, പരീക്ഷാ പേടി ഇതെല്ലാം മാറിക്കിട്ടുന്നതാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നതുകൊണ്ട് തടസ്സങ്ങളൊക്കെ മാറിപ്പോകാനും നല്ലതാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരുടെ ഫലമാണ്. മകയിരം നക്ഷത്രം 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ഇടവക്കൂറുകാർക്ക് 11-ൽ ശനി നിൽക്കുന്നത് കൊണ്ട് ധനലാഭവും കൃഷിലാഭവും നാൽക്കാലി ലാഭവും ഒക്കെ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഭൂമി വിൽപ്പനയിലൂടെയൊക്കെ ധനലാഭം ഉണ്ടാകും. വ്യാഴം 2-ലായതുകൊണ്ട് അതിൻ്റെ ഗുണവും ലഭിക്കും.
മിഥുനക്കൂറിൽപ്പെട്ട മകര നക്ഷത്രക്കാർക്ക് ജന്മവ്യാഴമാണ്. ജന്മക്കൂറിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് മനപ്രയാസം ഉണ്ടാകുന്ന ഒരു മാസമാണ്. പക്ഷേ രണ്ട് കൂറിൽപ്പെട്ട മകര നക്ഷത്രക്കാർക്കും അല്പം കൂടുതൽ അധ്വാനിച്ചാൽ സാമ്പത്തികമായിട്ട് മെച്ചം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയവുമാണ്. വളരെ നല്ല രീതിയിൽ അധ്വാനം ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ജീവിതത്തിൽ സാമ്പത്തികമായ ഉയർച്ചയുണ്ടാകും. കുറച്ച് നേട്ടങ്ങൾ, ഭൗതികമായ കുറേ നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും. വീടായിട്ടോ വാഹനമായിട്ടോ അല്ലെ വീട്ടിലേക്കുള്ള ഫർണിച്ചറായിട്ടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന, നമുക്കൊരു ആസ്തി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ്. സ്ഥലം വാങ്ങിക്കാനൊക്കെ കരാർ എഴുതാനോ അല്ലെങ്കിൽ സ്ഥലം കണ്ട് പരസ്പരം സമ്മതിച്ച് ഒരു എഗ്രിമെൻ്റ് എഴുതാനോ ഒക്കെയുള്ള സാധ്യത ഉണ്ട്. വ്യാപാര വ്യവസായങ്ങളിൽ സാമാന്യം ഗുണകരമായ ഫലമാണ് ഉണ്ടാകുന്നത്. മാർക്കറ്റിൽ നല്ല രീതിയിൽ ഇടപെടാനായിട്ട് സാധിക്കും. നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വിപണികൾ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതകളും ഈ സമയത്ത് തെളിഞ്ഞു വരുന്നതാണ്. വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കും ഗുണകരമാണ്. ഇടവക്കൂറിൽപ്പെട്ട മകര നക്ഷത്രക്കാർക്ക് കർമ്മഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. അതുകൊണ്ട് പൊതുപ്രവർത്തനത്തിലൊക്കെ ശത്രുദോഷങ്ങളുണ്ടാകാം. നമ്മൾ രാഷ്ട്രീയത്തിലോ മറ്റ് സാമൂഹിക പ്രവർത്തനത്തിലോ ഒക്കെ ആണെങ്കിൽ ശത്രുക്കളുടെ ശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഫലപ്രദമായിട്ട് തന്നെ പ്രതിരോധിക്കാനും നമ്മളുടെ കൂട്ടത്തിൽ നിൽക്കാൻ ആളുണ്ടാകുകയൊക്കെ ചെയ്യുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശത്തോടു കൂടി കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് എടുക്കുന്നതാണ്. ജീവിത പങ്കാളിയുടേതും അതുപോലെ നമ്മുടെ കുട്ടികളുടേതും കുടുംബത്തിലെ മറ്റംഗങ്ങളുടെയൊക്കെ ഉപദേശം സ്വീകരിക്കുകയും അതിൽ നല്ലതെടുക്കുകയും ചെയ്തിട്ട് നല്ല സാഹചര്യങ്ങൾ കുടുംബത്തിൽ സൃഷ്ടിക്കും. പിന്നെ കുടുംബക്ഷേത്രത്തിൽ പോകാൻ അല്ലെങ്കിൽ നമ്മൾ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ആത്മീയ ക്ഷേത്രങ്ങളിൽ, ആത്മീയ തീർത്ഥങ്ങളിലൊക്കെ പോകാനുള്ള യോഗം ഈ സമയത്ത് ഉണ്ട്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മത്തിലാണ് ശനി നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് അധിക ചെലവുകളും തടസ്സങ്ങളുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആഡംബര ചെലവുകൾ അവർ നന്നായിട്ട് നിയന്ത്രിക്കണം. മിഥുനക്കൂറുകാർ വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുടനെ നടക്കാനുള്ള സാധ്യതയില്ല. അല്പം കൂടെ നീണ്ടുപോകാനാണ് സാധ്യത. ഒരുപക്ഷെ കരാർ എഴുതിയിട്ട് സ്ഥലം വിറ്റ് പോകുന്ന അനുസരിച്ച് ഞങ്ങൾ പൈസ തരാം എന്നുള്ള രീതിയിലായിരിക്കും പലപ്പോഴും ബിസിനസ് നടക്കാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ കരാർ ജോലികൾ സംബന്ധിച്ച് അതിൻ്റെ വ്യവസ്ഥകളും ഒക്കെ ശരിക്കും ബോധ്യപ്പെട്ടും ശേഷം മാത്രമേ അത് ഒപ്പിടാവുള്ളൂ. കരാർ ജോലികൾ ചെയ്യുന്നവർ എഗ്രിമെൻ്റ് ഒപ്പിടുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അതേസമയത്ത് കുറച്ച് ഗുണകരമായ കാര്യങ്ങളുമുണ്ട്. ഔദ്യോഗിക പദവിയിലൊക്കെ ഇരിക്കുന്നവർക്ക് പദവിയിൽ ഉയർച്ച അല്ലെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും മേലധികാരിയുടെ പദവിയിലേക്ക് ഒരു ചാർജ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഒരു അഡീഷണൽ ചാർജ് പോലെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുന്നതാണ്. നമ്മൾ നേരത്തെ നടത്തിയ നിക്ഷേപ പദ്ധതിയിൽ നിന്നും സാമാന്യം ആദായം ലഭിക്കുന്നതാണ്. ധനപരമായിട്ട് വലിയ ദോഷം ഉണ്ടാകുകയില്ല. ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുകയില്ല. എങ്കിലും താൽക്കാലികമായ കർക്കിടക മാസത്തിലെ ഗ്രഹനില കൊണ്ട് മകര നക്ഷത്രക്കാർക്ക് ദോഷമില്ല. ഗുണദോഷ സമ്മിശ്രം എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ മകയിരം നക്ഷത്രക്കാർ ചൊവ്വാപ്രീതികരങ്ങളായ കർമ്മങ്ങളാണ് കർക്കിടക മാസത്തിൽ അനുഷ്ഠിക്കേണ്ടത്. ഭദ്രകാളി, സുബ്രഹ്മണ്യസ്വാമി എന്നീ ദേവതകൾക്ക് അർച്ചന നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ നെയ്വിളക്ക് സമർപ്പിക്കുന്നതും നല്ലതാണ്. സുബ്രഹ്മണ്യസ്വാമിക്ക് ഭസ്മാഭിഷേകം ചെയ്യാം. അതുപോലെ തന്നെ ഭദ്രകാളി അമ്മയ്ക്ക് കിടാവിളക്കിൽ എണ്ണ ഒഴിക്കാം. അങ്ങനെ ഓരോ ക്ഷേത്രത്തിലുമുള്ള വഴിപാടനുസരിച്ച് ചെയ്യാവുന്നതാണ്. കടുംപായസം സമർപ്പിക്കുന്നതും ദേവിക്ക് ഉത്തമമാണ്. അതുപോലെ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാം. പ്രത്യേകിച്ച് വാക്കുകൾ കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക്, അധ്യാപകർ, വക്കീലന്മാർ, പ്രഭാഷകർ, അവരൊക്കെ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം നേദിക്കുന്നത് നല്ലതാണ്. പിന്നെ ശിവപ്രീതി വരുത്തുന്നത് പല തടസ്സങ്ങളും മാറാനായിട്ട് വളരെ ഉത്തമമാണ്. പിന്നെ രാഹുവിൻ്റെ സ്ഥിതി കൊണ്ടുള്ള ശത്രുദോഷമൊക്കെ മാറാൻ ശിവപ്രീതി വരുന്നത് ഉത്തമമാണ്. എല്ലാ ദിവസവും ശിവപഞ്ചാക്ഷരി ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം ജപിക്കുന്നതും വളരെ ഗുണകരമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലമാണ്. തിരുവാതിര നക്ഷത്രം മിഥുനക്കൂറിലാണ് വരുന്നത്. ജന്മവ്യാഴമാണ്. ജന്മത്തിൽ കൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ പലവിധ ദോഷങ്ങൾ ഉണ്ട്. ദേശം വിട്ട് മാറി നിൽക്കേണ്ടി വരുന്നത് മുതൽ ധനപരമായ ബുദ്ധിമുട്ടുകൾ, സുഹൃത്തുക്കളിൽ നിന്നുള്ള ശത്രുതകൾ, ഇതൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു കാലമാണ്. അപ്പം ഇപ്പോഴത്തെ ഗ്രഹാവസ്ഥ വെച്ചുകൊണ്ട് വലിയ ദോഷങ്ങൾ ഈ മാസം മുഴുവനായിട്ട് വരാനിടയില്ല. ജന്മവ്യാഴമാണെങ്കിലും
കുറച്ച് മാനസികമായ ഉത്കണ്ഠകളും തടസ്സങ്ങളുമൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഈ മാസം അങ്ങ് കടന്നു പോകും. ശനി കർമ്മഭാവത്തിലുമാണ്, വ്യാഴം ജന്മക്കൂറിലുമാണ്. മാസത്തിൻ്റെ ആദ്യം ചൊവ്വ 3-ൽ നിൽക്കുന്നത് എതിർപ്പുകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ശുക്രൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജന്മക്കൂറിലേക്ക് വരുന്നത് കൊണ്ട് പല സുഖാനുഭവങ്ങളും ഉണ്ടാകും. അതുകൊണ്ടാണ് ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞത്. ശുക്രൻ ജന്മക്കൂറിലേക്ക് വരുമ്പോൾ അത് ഗുണകരമായിട്ടാണ് വരുന്നത്. ഗുരുശുക്ര യോഗമാണല്ലോ ഉണ്ടാകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് അനുകൂലവും കുറച്ച് പ്രതികൂലവുമായ അനുഭവങ്ങളാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് കർക്കിടക മാസത്തിലുണ്ടാകുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനായിട്ട് ഒരു അളവ് വരെ, പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും നല്ലൊരു അളവ് വരെ അതിൽ നിന്ന് കരകയറി വരാനായിട്ട് സാധിക്കും. ഒന്ന് വലിയൊരു പോസിറ്റീവായിട്ടുള്ള ചില സൂചനകളെങ്കിലും നമുക്ക് ലഭിക്കും. കുറേ കടങ്ങളൊക്കെ വീട്ടാൻ സാധിക്കും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വേതന വർധനവിന് സാധ്യതയുണ്ട്. പ്രമോഷൻ ഉണ്ടാകാം. പ്രണയ കാര്യങ്ങളിൽ എതിർപ്പുണ്ടാകും. ബന്ധുക്കളുടെ ഇടപെടലുകളൊക്കെ ഉണ്ടാകും. എങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ചെറിയ തോതിലുള്ള ഉല്ലാസയാത്രകൾ, തീർത്ഥാടനങ്ങളൊക്കെ നടത്താനായിട്ട് യോഗമുണ്ട്. പിന്നെ പിതാവിൻ്റെ ചികിത്സയൊക്കെ ഫലിക്കുകയും പിതാവിന് ആരോഗ്യം കുറേയെങ്കിലും വീണ്ടെടുക്കാൻ സാധിക്കുന്നതുമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ കുറച്ച് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടേക്കാം. അത് 2 രീതിയിലാണ്. വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് നമ്മളെ നന്നായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ടീച്ചർ മാറിപ്പോവുകയും വേറൊരാൾ വരിക, അപ്പോൾ അതുമായിട്ട് ഇണങ്ങാൻ പറ്റാതെ വരിക. ഇല്ലെങ്കിൽ നമുക്കിപ്പം ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഗണിതവും ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിച്ചെടുക്കാൻ പ്രയാസം നേരിടുക. ഇങ്ങനെയൊക്കെ പല രീതിയിൽ തടസ്സങ്ങൾ ജന്മവ്യാഴം കൊണ്ടവർക്ക് ഉണ്ടാകാം. പക്ഷേ ശുക്രൻ അങ്ങോട്ട് എത്തുന്നതോടുകൂടി കുറേയൊക്കെ മാറ്റം വരുന്നതുമാണ്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം വരുന്നതാണ്. പൊതുവേ പൊതുപ്രവർത്തകർക്ക് ഗുണകരമായ കാലമാണ്. പൊതുജനങ്ങളുടെ അഭീഷ്ടമനുസരിച്ചുള്ള രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. മക്കൾക്ക് ഉയർച്ചയുണ്ടാകും. കുടുംബത്തിൽ പൊതുവേ സമാധാനവും ഇതുവരെ ഉണ്ടായിരുന്ന പല പ്രയാസങ്ങളിൽ നിന്നും ആശ്വാസമൊക്കെ ലഭിക്കുന്നതാണ്. അവർ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. സർപ്പപ്രീതിയും കൂടെ വരുത്തുകയാണെങ്കിൽ അവർക്ക് ഒരുവിധം പെട്ട തടസ്സങ്ങളെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പുണർദം നക്ഷത്രമാണ് അടുത്തത്. 2 കൂറുകളിലായിട്ടാണ് പുണർദം വരുന്നത്. ആദ്യത്തെ 3/4 ഭാഗം മിഥുനക്കൂറിലും അവസാന പാദം കർക്കിടകക്കൂറിലുമായിട്ടാണ് വരുന്നത്. പുണർദം നക്ഷത്രക്കാർക്ക് സ്വന്തം കഴിവുകളിൽ അവർക്ക് ആത്മവിശ്വാസം തോന്നുകയും വളരെ പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാനുമൊക്കെ സാധിക്കുന്ന അവസ്ഥയാണ്. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അതിൽ പരിഷ്കാരങ്ങൾ വരുത്താനും അത് വിജയത്തിലെത്തിക്കാനും സാധിക്കുന്നതാണ്. പല സ്വപ്നങ്ങളും അവർക്ക് ഈ മാസം യാഥാർത്ഥ്യത്തിലെത്തിക്കാനായിട്ട് സാധിക്കും. സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ ഈ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ അനുഭവമാണ്. വേതന വർധനമൊക്കെ ലഭിക്കാം. അതേസമയത്ത് കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരിക, കഠിനമായിട്ട് ജോലി ചെയ്യേണ്ടി വരിക, ഇതൊക്കെ ഉണ്ടാകും. ദേവാലയ ദർശനത്തിന് സാധ്യതയുണ്ട്. പിന്നെ ശുഭവാർത്തകൾ പലതും കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്ക് വിനയായിത്തീരുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാം. ഒരു ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് നമ്മൾ അഭിപ്രായം പറയുമ്പം ഒരു വിഭാഗം ആൾക്കാർക്ക് നമ്മളുമായിട്ട് യോജിക്കാൻ പറ്റാതെ എതിർപ്പുകൾ നമുക്ക് നേരിടേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാകാം. എന്നാൽ സുഖഭോഗങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരുമായിട്ട് ഉല്ലസിക്കാനും യാത്രകൾ ചെയ്യാനും ഒക്കെയുള്ള യോഗവും ഉണ്ടാകും. നമുക്ക് കിട്ടാനുള്ള ധനം കിട്ടാൻ ചെറിയ ബ്ലോക്ക് ഉണ്ടായിരിക്കും. പെട്ടെന്ന് കയ്യിലേക്ക് എത്തുകയില്ല. അതുപോലെ നമുക്ക് കടം തീർക്കണമെങ്കിൽ അതും പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ ഈ മാസം യോഗം കുറവാണ്. കുറച്ചൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും. നമ്മൾ പലപ്പോഴും കൊടുത്തു തീർക്കാം എന്ന് പറയുന്ന ഡേറ്റിൽ നമുക്ക് പണം ഉണ്ടാകണം എന്നില്ല. അപ്പോൾ ശുക്രൻ മിഥുനത്തിലേക്ക് വരുന്നത് മിഥുനക്കൂറിൽപ്പെട്ട പുണർദം നക്ഷത്രക്കാർക്ക് ഗുണകരമായിട്ടാണ് വരുന്നത്. അതുപോലെ ഈ ശുക്രന് വേറൊരു ഗുണമുള്ളത് 12-ാം ഭാവമാണ്. പിന്നെ കർക്കിടക കൂറിൽ വരുന്ന പുണർദം നക്ഷത്രക്കാർക്കും ശുക്രൻ 12-ൽ വരുന്നത് ഗുണകരമാണ്. ശുക്രന് മാത്രം ഈ 12-ാം ഭാവം എന്ന് പറയുന്നത് ഗുണകരമായൊരു ഭാവമാണ്. അതുകൊണ്ട് തന്നെ ചില സുഖാനുഭവങ്ങൾ, ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാനുള്ള യോഗം അവർക്ക് ഉണ്ട്. ഭക്ഷണമായിട്ടോ അല്ലെങ്കിൽ യാത്രയായിട്ടോ
അല്ലെങ്കിൽ നല്ലൊരു റൂമിൽ കഴിയാനുള്ള യോഗമോ, അല്ലെങ്കിൽ നമുക്ക് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ലഭിക്കുകയോ, അങ്ങനെ പല രീതിയിലാകാം ശുക്രൻ നമുക്ക് അനുഭവം നൽകുന്നത്. പിന്നെ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് 12ലാണ് വ്യാഴം വരുന്നത്. അതായത് മിഥുനക്കൂറിൽ കൂടെയാണല്ലോ വ്യാഴം സഞ്ചരിക്കുന്നത്. 12ൽ വ്യാഴം എന്ന് പറയുന്നത് നിർഭാഗ്യം എന്നാണ് സൂചന. എങ്കിലും ചൊവ്വ 3-ാം ഭാവത്തിലേക്ക് നീങ്ങുന്നതുകൊണ്ട് അതിൻ്റേതായ ചില ഗുണഫലങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ ദോഷം വലിയ തോതിൽ ബാധിക്കുകയില്ല. ശത്രുക്കളുടെ ദോഷങ്ങൾ ഒരു പരിധിവരെ ചൊവ്വയുടെ സാന്നിധ്യം കൊണ്ട് ഒഴിവാകും. പക്ഷേ രാഹു 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് ചില ശത്രുക്കളെ സൃഷ്ടിക്കാനായിട്ട് ഇടയാകും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചിലർ നമ്മുടെ ശത്രുക്കളായി മാറാനുള്ള സാധ്യത ഉണ്ട്. ഇനി പുണർതം നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകൾ നോക്കുമ്പോൾ വിഷ്ണു ഭഗവാന് അർച്ചന നടത്തുക, ഒരു നെയ്വിളക്കും കൂടെ തെളിക്കുക, തുളസിമാല സമർപ്പിക്കുന്നതും ഉത്തമമാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കണം, വെണ്ണ സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ്. നിങ്ങൾക്ക് കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് വെണ്ണ കൂടെ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവരുടെ പേരിൽ നക്ഷത്രവും പറഞ്ഞിട്ട് വെണ്ണ സമർപ്പിക്കുക. അപ്പോൾ അവർക്ക് ഒരുപാട് ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകും. അടുത്തത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്ര കർക്കടക കൂറിലാണല്ലോ വരുന്നത്. അപ്പം അവരെ സംബന്ധിച്ച് ജന്മരാശിയിലാണ് സൂര്യനും ബുധനും സഞ്ചരിക്കുന്നത്. ഒരുപാട് ജോലിഭാരം വരുന്ന കാലമാണ്. ഔദ്യോഗിക യാത്രകൾ, അതുപോലെ വ്യക്തിപരമായിട്ടും കുറേ യാത്രകൾ ചെയ്യുകയും ശരീരത്തിന് അത് മൂലം ആയാസം ഉണ്ടാവുകയും ചെയ്യും. പല രീതിയിലുള്ള സംവാദങ്ങൾ, തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ വരാൻ ഇടയുള്ള ഒരു മാസമാണ്. ബിസിനസ്സിൽ എതിർപ്പുകളുണ്ടാകാം, പക്ഷേ ബിസിനസ് പരാജയപ്പെടുകയില്ല. ബിസിനസ് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. വലിയൊരു ഉയർച്ച പൂയ നക്ഷത്രക്കാർക്ക് വ്യാപാര രംഗത്ത് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ അപ്രതീക്ഷിതമായ ചില തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാം. ഇല്ലെങ്കിൽ ഈ കടയിൽ ജോലിക്ക് നിൽക്കുന്നവരോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് വ്യാപാര ബന്ധത്തിലുള്ളവരോ ഒക്കെ കോമ്പൻസേഷൻ പോലുള്ള കാര്യങ്ങൾ ചോദിക്കുകയും അതുമൂലം നമുക്ക് അല്പം ധനനഷ്ടമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചൊവ്വ 3-ാം ഭാവത്തിലേക്ക് വരുന്നത്, അതായത് കന്നി രാശിയിലേക്ക് സ്ഥാനം മാറുമല്ലോ കർക്കിടക മാസം 12-ാം തീയതിയാകും. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ ശത്രുക്കളുടെ ദോഷമൊക്കെ നന്നായിട്ട് കുറയും. മാസത്തിൻ്റെ ആദ്യമാണ് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകാനിടയുള്ളത്. ഒരുപാട് പൈസ മുടക്കി ബിസിനസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഷെയർ മാർക്കറ്റ്, ഊഹക്കച്ചവടം, ഇതിലൊന്നും ഈ സമയത്ത് പണം മുടക്കാൻ അത്ര അനുയോജ്യമല്ല. നല്ല കാര്യങ്ങൾക്കായിട്ട് പണം കുറച്ചൊക്കെ ചിലവഴിക്കും. പിന്നെ ആഡംബര വസ്തുക്കൾ വാങ്ങിക്കാൻ വേണ്ടി പണം ചിലവഴിക്കാൻ സാധ്യതയുണ്ട്. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയും, ടെൻഷൻ അല്പം കൂടുന്നതാണ്. അപ്പോൾ കുടുംബക്കാർ പരാതി പറയാൻ സാധ്യതയുണ്ട്. ഞങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയമില്ല എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അഷ്ടമത്തിലെ രാഹു അനാരോഗ്യം ഉണ്ടാക്കുന്ന ഗ്രഹസ്ഥിതിയാണ്. അതുകൊണ്ട് ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഔദ്യോഗിക മേഖലകളിൽ അധികാരപരിധി വർദ്ധിക്കുന്നതാണ്. അധികാരം നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് നമ്മുടെ ശ്രമഫലമായിട്ട് സാധിക്കും. കാർഷിക മേഖലകളിൽ നിന്ന് ആദായം കിട്ടാൻ സാധ്യതയുണ്ട്. പുതിയ രീതിയിലുള്ള കൃഷി പരീക്ഷിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ പൂയ നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകൾ: നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അർച്ചന നൽകുക, ശാസ്താവിന് നീരാഞ്ജനം നൽകുക, ശനിയുടെ ആനുകൂല്യത്തിനായിട്ട് ശനിദേവന് എള്ളുതിരി തെളിയിക്കുക. ഇത്രയും ചെയ്താൽ മനപ്രയാസം ഉണ്ടാകാതെ വലിയ തടസ്സങ്ങളുണ്ടാകാതെയും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ആയില്യ നക്ഷത്രമാണ്. കർക്കടക കൂറിൽ വരുന്ന നക്ഷത്രമാണ്. ചൊവ്വ 3-ലേക്ക് വരുമ്പം ആയില്യ നക്ഷത്രക്കാർക്ക് ഗുണം അനുഭവപ്പെടും. ഭൂമിയോ പരമ്പരാഗത സ്വത്തോ വീടോ വിറ്റ് നമ്മുടെ ഓരോരോ കാര്യങ്ങൾ സാധിക്കുന്നതിന് അവർക്ക് യോഗമുണ്ട്. കുറേ കാലമായിട്ട് ശ്രമിച്ചിട്ട് സാധിക്കാത്തത് ഈ മാസം സാധിച്ചേക്കാം. സൂര്യൻ ജന്മരാശിയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് അലസത വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സൂര്യൻ കടന്നു പോകുന്ന സമയത്ത് ഒരു അലച്ചിൽ നമുക്ക് ഉണ്ടാകാം. കൂടുതൽ അലയേണ്ടി വരും പല കാര്യങ്ങൾക്കും. ജോലിയിൽ സ്ഥലം മാറ്റമോ പ്രമോഷനോട് കൂടിയ സ്ഥലം മാറ്റമോ ഒക്കെ പ്രതീക്ഷിക്കാം. വ്യാഴം 12-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് അത്ര ഗുണകരമല്ല അവസ്ഥ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ആ സമയത്ത് നമുക്കുണ്ടാകുന്ന പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മളെ മറികടന്ന് മറ്റു ചിലർക്ക് പ്രമോഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. നമുക്കത് നോക്കിയിരിക്കേണ്ടി വന്നേക്കും.
അങ്ങനെ മനപ്രയാസം ഉണ്ടാകും. സർക്കാരുമായിട്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൽ നിവേദനം കൊടുത്തിട്ട് മറുപടി കിട്ടാതിരിക്കുക തുടങ്ങിയ അവസ്ഥകളും ഉണ്ടായേക്കാം. എപ്പോഴും നല്ല ആത്മവിശ്വാസത്തോടെ ഈശ്വരവിശ്വാസത്തോടെയും മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അല്പം കാലവിളംബം ഉണ്ടാകും എന്നുള്ളതേ ഉള്ളൂ. പണം സൂക്ഷിക്കുന്നതിലും പണം ചെലവഴിക്കുന്നതിലും ശ്രദ്ധയുണ്ടായിരിക്കണം. പണം വളരെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കണം, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ശുക്രൻ മിഥുനത്തിലേക്ക് വരുന്നത് ആയില്യ നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. വിജയമുണ്ടാകുന്ന പല കാര്യങ്ങളും ആ സമയത്ത് ചെയ്യാൻ സാധിക്കും. ഭൗതിക വിജയമുണ്ടാകുന്ന പല കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഈ ശുക്രൻ എപ്പോഴും സൗന്ദര്യവും സൗന്ദര്യവർദ്ധക വസ്തുക്കളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഗുണമുണ്ടാകും. വാഹനം, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ആഡംബര വസ്തുക്കൾ, ഇതൊക്കെ വാങ്ങിക്കാനും ഒക്കെ യോഗമുണ്ട്. പക്ഷേ പണച്ചെലവ് നന്നായിട്ട് ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. ശനി 9 സഞ്ചരിക്കുന്നത് സമ്മിശ്ര ഫലമാണ് നൽകുന്നത്. ഔദ്യോഗിക മേഖലകളിൽ അധ്വാനഭാരം വർദ്ധിക്കുന്നതാണ്. എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാകുകയും നമ്മൾ വളരെ കാലമായിട്ട് ആഗ്രഹിച്ച ദേവാലയങ്ങളിൽ പോയി ദർശനം നടത്താനും ഒക്കെ യോഗമുണ്ട്. ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കാനും അതിലെ നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താനും ശ്രദ്ധിക്കുന്നതാണ്. പരീക്ഷ, ഇൻ്റർവ്യൂ, കലാമത്സരങ്ങൾ, കായിക രംഗത്തുള്ള മത്സരങ്ങൾ തുടങ്ങിയവയിൽ വിജയം നേടാനുള്ള സാധ്യതയും ഉണ്ട്. ധനവരവ് വലിയ കുഴപ്പമുണ്ടാകുകയില്ല. ധനച്ചെലവ് വർദ്ധിക്കാനാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് പണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. ആയില്യ നക്ഷത്രക്കാർ നാഗപ്രീതിയാണ് പ്രധാനമായിട്ടും വരുത്തേണ്ടത്. നാഗദൈവങ്ങൾക്ക് ആയില്യപൂജയോ 100 പാലും വഴിപാടോ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ മാസത്തിൽ ഒരു തവണയെങ്കിലും ഒന്ന് ആയില്യപൂജ പങ്കെടുക്കുന്നത് നല്ലതാണ്. അത് പറ്റിയില്ലെങ്കിൽ 100 പാലും വഴിപാട് കൊടുക്കുക. പണത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ മഞ്ഞൾപ്പൊടിയോ മറ്റോ വാങ്ങിച്ച് സമർപ്പിക്കുക. നാഗദൈവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം വഴിപാട്. ശിവപാർവതി ക്ഷേത്രത്തിൽ അർച്ചന നടത്തുന്നത് ഉത്തമമാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളുമൊക്കെ നിലനിൽക്കാനായിട്ടത് സഹായിക്കും. ശാസ്താവിന് നെയ്വിളക്ക്, ശനിക്ക് എള്ളുതിരി ഇവയും സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്ക് എള്ളുതിരി തെളിയിക്കുക. അതുപോലെ നവഗ്രഹങ്ങൾക്കെല്ലാം വിളക്ക് തെളിയിക്കുന്നത്, ദീപം തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ്. മനസ്സമാധാനവും ഒരു ശാന്തിയോടുകൂടി നല്ല ഉറക്കമൊക്കെ കിട്ടാനും അത് സഹായകരമാണ്. നവഗ്രഹങ്ങൾക്ക് 9 പ്രദക്ഷിണം വെക്കുക. എല്ലാ നവഗ്രഹങ്ങൾ പ്രതിഷ്ഠയുടെ മുമ്പിൽ ദീപം തെളിക്കുക. അപ്പം നമുക്ക് വലിയൊരു ആശ്വാസം ആ സമയത്ത് അനുഭവപ്പെടും. അപ്പോൾ ഇതാണ് നമുക്ക് അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ കർക്കിടക മാസ ഫലമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹവും നന്മയും ഉണ്ടാകട്ടെ. ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് വിജയിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.